നമ്മുടെ നാട്ടിലെ ദൈവങ്ങൾ വരെ വേട്ടക്കാരനോടൊപ്പമാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാര്യം, നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നതിന് ശേഷം ആദ്യമായിട്ട് ആ കേസിൽ വേട്ടക്കാരനായി ആരോപിക്കപ്പെട്ടിരുന്ന ദിലീപ് എന്ന നടന്റെ ആദ്യ പ്രതികരണം കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിപ്പോയത്. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. കേട്ടല്ലോ, ദൈവത്തിന് നന്ദി അത്രേ. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദൈവങ്ങളൊക്കെ ചില സമയത്ത് കോമഡിയാണെന്ന് പറയേണ്ടി വരുന്നത്. ആക്രമിക്കപ്പെട്ടവനല്ല, പണവും സ്വാധീനവുമുള്ള അക്രമിക്കൊപ്പം നിൽക്കുമ്പോഴാണ് ദൈവത്തിനൊക്കെ എന്ത് നീതിയാണെന്ന് ചോദിച്ചു പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലാകമാനം വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. അതായത് റേപ്പ് കൊട്ടേഷൻ അരങ്ങേറി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു പക വീട്ടിയത്. എന്തായിരുന്നു ആ പകയ്ക്ക് കാരണം? ഈ രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഒപ്പം ഇദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള മഞ്ജു വാര്യർ, മുൻ ഭാര്യ, ഇപ്പോഴത്തെ അല്ല, മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർ, ഇവരെല്ലാം ഒരേ ഇൻഡസ്ട്രിയിൽ, സിനിമാ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ഇവർ ഒരുമിച്ച് ഒരു ഗൾഫ് ഷോയ്ക്ക് പോവുകയാണ്. അത് ദിലീപ് വിവാഹം കഴിച്ചതിന് ശേഷം മഞ്ജു വാര്യർ പിന്നെ ഫീൽഡ് ഔട്ട് ആവുകയാണ്. അവർ പിന്നെ മെയിൻ സ്ട്രീമിലേ ഇല്ല. അവർ പിന്നെ വീട്ടിലൊരു കുടുംബിനിയായിട്ട് ഒതുങ്ങിക്കഴിയാണ്. ആ ഇടയ്ക്കാണ് ഭാവന മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു. ഭാവനയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ക്രൂ ഒരുമിച്ച് വിദേശത്ത് ഒരു ഗൾഫ് ഷോയ്ക്ക് പോവുകയാണ്. ഈ ഗൾഫ് ഷോയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിന്റെ മൂല കാരണം, അല്ലെങ്കിൽ മുഖ്യ കാരണമെന്നാണ് പോലീസ് സംഘം തന്നെ പറയുന്നത്. അതായത് ഈ ഷോയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ രാത്രി അവിചാരിതമായിട്ട് ഈ ആക്രമിക്കപ്പെട്ട നടി ദിലീപ് കാവ്യ മാധവന്റെ മുറിയിൽ പോകുന്ന കാണുകയാണ്. അത് അവർക്ക് അസ്വാഭാവികമായി തോന്നി. ആ അസ്വാഭാവികത സ്വന്തം സുഹൃത്തു കൂടിയായിട്ടുള്ള ഇതേ നടന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യറുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയാൽ ആ സുഹൃത്തിനോട് ആത്മബന്ധമുള്ളത് കൊണ്ട് അത് ശരിയല്ല, ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നുണ്ട്, അത് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം പറയുന്നത് സ്വാഭാവികം. അത് ദിലീപിന്റെ കുടുംബത്തിനകത്ത് വലിയ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ഇത് എന്താണ് ആക്രമിക്കപ്പെട്ട നടി ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ, ഇത്തരം കാഴ്ചകൾ കണ്ടാൽ മിണ്ടാതിരുന്നോളണം. മിണ്ടാതിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങളെപ്പോലെ പണവും സ്വാധീനവും അധികാരവും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യും? ആക്രമിക്കപ്പെടും, എന്നിട്ട് പുഷ്പം പോലെ ഊരിപ്പോകും എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.